അപ്പോൾ ഗൈസ് ഇന്ന് നമുക്കൊരു മുട്ടച്ചോറ് പോലത്തെ ഒരു ചോറുണ്ടാക്കിയെടുക്കുക. ആദ്യം തന്നെ ഉള്ളിയെടുക്കുക, തോല് കളയുക, എന്നിട്ട് കുനുകുനായിട്ട് കട്ട് ചെയ്യണം. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചോറിലേക്ക് ഇടുന്നത്, അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോഴായിരിക്കണം കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ മുട്ടയ്ക്കൊക്കെ ഇടുമ്പോൾ ചെറിയതാക്കി കട്ട് ചെയ്യില്ലേ, അതേപോലെ കേട്ടോ. എന്നിട്ട് തക്കാളി എടുക്കുക, തക്കാളിയും കുനുകുനാക്കി കട്ട് ചെയ്യുക. അത് കുനുകുനാക്കി കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. മിക്സിയിലേക്ക് ഇടുക, കുറച്ച് വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ പച്ചമുളകും കൂടിയിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഒരു മുട്ട, അളവിന് നിങ്ങൾക്ക് മുട്ട എടുക്കാം കേട്ടോ. ഒരു മുട്ട, അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബ്രെഡും പാലും അതാക്കിയിട്ട് തിന്നുന്നുണ്ടായിരുന്നു, അങ്ങനെ മുക്കിയിട്ട്. പിന്നെ പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇടുക. നിങ്ങളിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഞാനിത് എവിടെയും കണ്ടിട്ടുണ്ടാക്കുന്നതല്ല, ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ആരെങ്കിലും തട്ടിക്കൂട്ട് ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ടാവണമായിരിക്കണം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. എന്നിട്ടൊരു പെരി പോലെ ആക്കുക, എഗ്ഗ് മുട്ടപ്പേരില്ലേ അതാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളീൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ചോറ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് ഉണ്ടാകുന്നൊരു സാധനമാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ പാത്രം കഴുകൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു എഡിറ്റ് വരുന്നതായിരിക്കും. ബൈ ബൈ.